ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 209 കുല വെട്ടാമല്ലോ. ഭാഗം 209 കുല വെട്ടാമല്ലോ ഇവിടെ ആരംഭിക്കുന്നു. അരുമാനൂരിലെ നയിനാർ കോവിലിന് സമീപം പടിപ്പുര വീട് എന്നൊരു ഭവനമുണ്ടായിരുന്നു. അവിടുത്തെ ഗ്രഹനായിക പാർവതി എന്നൊരു സാധു സ്ത്രീയായിരുന്നു. വലിയ ഗുരുഭക്തയായിരുന്നു അവർ. വീട്ടുമുറ്റത്തൊരു ചിങ്ങൻ വാഴ നട്ട് നനച്ച് വളർത്തുകയുണ്ടായി. ആ വാഴയിലെ കുല പാകമാകുമ്പോൾ അത് ഗുരുദേവൻ തൻ്റെ ഭവനത്തിലെത്തി സ്വീകരിക്കണമെന്നതായിരുന്നു അവരുടെ ആഗ്രഹം. കാലമെത്തിയപ്പോൾ ആ വാഴയിൽ സാമാന്യത്തിലധികം വലിപ്പമുള്ള ഒരു കുലയുണ്ടായി. അത് വലിയൊരു ഓലക്കുടയുണ്ടാക്കി മറച്ച് സംരക്ഷിച്ചു. ദിവസവും പാർവതി ആ വാഴയ്ക്ക് മുന്നിൽ വന്ന് തൻ്റെ ആഗ്രഹം സഫലമാക്കി തരണമെന്ന് ഗുരുദേവനെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചു പോന്നു. അക്കാലത്ത് ഗുരുദേവൻ മിക്കവാറും ദീർഘസഞ്ചാരത്തിലായിരുന്നു. അതിനാൽ എപ്പോൾ എവിടെയാണെന്നുള്ളതൊന്നും ആർക്കും അറിയുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അപ്രതീക്ഷിതമായി ഗുരുദേവൻ അരുമാനൂരിലെത്തിച്ചേർന്നു. അവിടെയുള്ള നായനാർ കോവിലിൽ ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു. അതറിഞ്ഞ ആളുകൾ കോവിലിൽ തടിച്ചുകൂടി. ജനങ്ങളുടെ തിരക്കേറിയപ്പോൾ ഗുരുദേവൻ അവിടെ നിന്നും ഇറങ്ങി അതിനടുത്തുള്ള പടിപ്പുര വീട്ടിൽ ചെന്ന് കയറി. ഗുരുദേവൻ പെട്ടെന്ന് കയറി വരുന്നത് കണ്ടിട്ട് പാർവതി ഒരു നിമിഷത്തേക്ക് അതിശയിച്ചു നിന്നു. അപ്പോൾ അവരുടെ കണ്ണുകൾ നേരെ പോയത് മുറ്റത്തെ വാഴക്കുലയിലേക്കായിരുന്നു. പക്ഷേ കുല വെട്ടുവാൻ പാകമായിട്ടില്ലായിരുന്നു. അതിനാൽ ആ കുലയിലെ പഴം എങ്ങനെയാണ് ഗുരുദേവന് കൊടുക്കുകയെന്നും ഇനി അടുത്ത കാലത്തൊന്നും ഗുരുദേവൻ ഈ വഴിക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാനാവില്ലെന്നും ഓർത്ത് അവർ ഏറെ വിഷണ്ണയായി. ആ വീടിൻ്റെ ഉമ്മറത്ത് കയറി ഇരുന്ന ഗുരുദേവൻ മുറ്റത്ത് നിൽക്കുന്ന വാഴയിലെ കുല കണ്ടിട്ട് ഇങ്ങനെ കൽപ്പിച്ചു: കുല വെട്ടാമല്ലോ പാർവതി. അത് അവിടുത്തേക്ക് കാഴ്ച വയ്ക്കുവാൻ ഞാൻ നേർന്നിട്ടുള്ളതാണ്. പക്ഷെ അത് വിളഞ്ഞിട്ടില്ല സ്വാമി. ഗുരുദേവൻ: വിളഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാമല്ലോ. അവർ ഉടനെ പോയി വാഴക്കുല മറച്ചിരുന്നിരുന്ന ഓലക്കൂട് നീക്കി നോക്കി. ഗുരുദേവൻ: എന്താ, പഴങ്ങൾ പാകമായി പഴുത്തില്ലേ? പാർവതിക്ക് സന്തോഷാധിക്യത്താൽ മറുപടി പറയാനായില്ല. ആ കുലയിലെ പഴങ്ങളെല്ലാം അപ്പോൾ പാകമായി പഴുത്തു നിൽക്കുകയായിരുന്നു. അവർ ആ കുല വെട്ടി തൃപ്പാദങ്ങൾക്ക് കാഴ്ചവെച്ച് നമസ്കരിച്ചു. ശരണമാകണേ 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 പരമസദ്ഗുരോ. ശരണമാകണേ 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 പരമസദ്ഗുരോ. പെരിയ സങ്കടം മാറ്റിടുവാനായി ഭഗവാനല്ലാതെ മറ്റാരുമില്ലല്ലോ. ശരണമാകണേ 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 പരമസദ്ഗുരോ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 209 കുല വെട്ടാമല്ലോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.